സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം മൈൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കാണിക്കാം. ദേ അകത്തോട്ട് കുറേ മൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് താഴെ ബെഡ്റോക്ക് എത്താറായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡയമണ്ട് പോലും നേടാൻ പറ്റിയില്ല. പക്ഷെ കുറേ അയൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടറിയാം, 67 അയൺ, 27 അയണ്. പിന്നെ നമുക്ക് കുറച്ച് വുഡൊക്കെ എടുത്തായിരുന്നു. നമ്മളൊരു മലയിലൊക്കെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു വുഡൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് മുമ്പേ നമുക്ക് ഒരു ടോട്ടലി അയൺ ആർമർ സെറ്റ് ചെയ്യണം. ഫുൾ ഹെൽമെറ്റ്, ലെഗിൻസ്, ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്സ്, പിന്നെ നമുക്ക് ആ കുറച്ച് അയൺ വെപ്പൺസ്, അങ്ങനെ കുറേ ഉണ്ടാകണം. പിന്നെ നമുക്ക് ഷീപ്പിനൊക്കെ ഷെയർ ചെയ്യാൻ അതിൻ്റെ ഒരു ടൂൾ കൂടെ ഉണ്ടാകണം. എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൂടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ പോയിട്ട് ഷവലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ അയൺ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാൻ നമുക്കൊരു ആർമർ പുള്ളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അയൺ സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷവലൊക്കെ കയ്യിലെടുത്തേക്കാം. ഓക്കെ, നമ്മൾ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലം എന്താണ് വില്ലേജറുടെ പരിപാടി? നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലം നമുക്കൊന്ന് ഒന്ന് ക്ലിയർ ആക്കണം. ഇച്ചിരി ഒന്ന് സ്മൂത്ത് സർഫസ് ആക്കി എടുക്കണം, പ്ലെയിൻ ആക്കണം. അപ്പം അതിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതായിരിക്കും കുറച്ച് മെനക്കെട്ട പണി. കാരണം ഷവലായതിനാൽ ഡേർട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. അടിച്ച് നനച്ച് കുഴിക്കുന്ന നോക്കണം. 3, 2, 1 സ്റ്റാർട്ട്. കണ്ടോ പാറത്തെയാക്കി കിട്ടുന്നത്. അതുകൊണ്ടൊരു നമുക്കൊരു എന്താ പറയുന്നത്, ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് വീഡിയോയുടെ സ്പീഡ് ഇച്ചിരി കൂട്ടിയങ്ങിടാം. ഇത് കുറച്ചധികം സമയം എടുക്കും, അതുകൊണ്ട് വീഡിയോയുടെ സ്പീഡും കൂട്ടാം. ഓക്കെ ഗൈസ്, നമുക്ക് ഏകദേശം തീരാറായി. പിന്നെ നിങ്ങൾ പലരും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് എൻ്റെ വീഡിയോ കാണുന്നതെന്നറിയാം. പക്ഷേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങൾ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. അതുമാത്രം നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ മൈൻഡ് ക്രാഫ്റ്റ് കളിക്കുന്ന സുധി ഫാൻസ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. കാരണം ഞാനൊരു കട്ട സുധി ഫാനാണ്. സുധിയുടെ വീഡിയോസ് കണ്ടാണ് ഞാൻ ഇൻസ്പയറായിട്ട് ഒരു മൈൻഡ് ക്രാഫ്റ്റ് ചാനൽ തന്നെ തുടങ്ങിയത്. ഇത്ര നാൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ജസ്റ്റ് ഡ്രോയിങ് വീഡിയോസും അങ്ങനെയുള്ള ആലത്തെ ചാനലൊക്കെ ആയിരുന്നു ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ മൈൻഡ് ക്രാഫ്റ്റിലേക്ക് വന്നത് സുധിയുടെ ഒരു വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ടാണ്. ഇപ്പം സുധിയുടെ മിക്ക എപ്പിസോഡുകളും ഞാൻ കാണും. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഓരോ ഐഡിയാസും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സുധി ഫാൻസ് ഉണ്ടെങ്കിൽ സുധി എന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, ഏകദേശം നമ്മൾ ചെത്തി വൃത്തിയാക്കാറായി. ഏകദേശം ഇപ്പം തീരും ഇത്. നമ്മളങ്ങനെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഏകദേശം വൃത്തിയായി. ഇവിടെ കുഴിയൊക്കെ നമ്മൾ പടയ്ക്കുന്നതായിരിക്കും. ഒരു കുഴിയും ഇവിടെ വേണ്ട. കുഴിയൊക്കെ പെട്ടെന്ന് കിടക്കാം. അടച്ചോ. ഓക്കെ, കുഴിയൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ പൂങ്കാവനൊക്കെ നമ്മുടെ അയൺ സോഡ് വെച്ച് വെട്ടാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടെയുള്ള പൂവും അലത്തുലത്തെ സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ഈ വില്ലേജ് ഹൗസ് പോലെയാണ്. ഈ വില്ലേജറിൻ്റെ ഒരു വീട് പോലത്തെ തീം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ വീട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വുഡ് വേണം. ഓക്കെ, വുഡ് വെച്ചാൽ നമ്മളൊരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെയ്യാനുള്ള പണി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീട് ഫുള്ള് ഞാൻ പെട്ടെന്ന് ഷഡ് ചെയ്യുന്നൊരു ടൈം ലാപ്പ് പോലെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് കൂടെ ആയിരിക്കാനാണ്.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇച്ചിരി സ്പീഡ് ഇച്ചിരി കൂടിപ്പോയെന്നറിയാം. വീഡിയോ അങ്ങനെ ലോങ് ആയി നിങ്ങൾക്ക് മടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അയണിങ് ഇടുക. അതിനാണ് നമ്മൾ വന്നത്. അതാണ് നമ്മൾ മൈനിങ് സെറ്റപ്പ്. ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് അധികം അകത്തോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 32 അയൺ ഇൻകോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് തന്നെ ധാരാളം. നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുൾ ആർമർ സെറ്റപ്പ് ആക്കാം. ഓ, മണ്ടത്തരം പറ്റിയല്ലോ. ഈ മണ്ട തീർക്കണമായിരുന്നു. ശരി, മണ്ടനെ കൊണ്ട്. ഓക്കെ, നമുക്ക് മണ്ട അങ്ങ് തിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ ആവശ്യമില്ലാത്ത ഈ അകത്ത് വെച്ച സാധനങ്ങൾ ഞങ്ങളെ അയ്യോ കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് വെച്ചേക്കാം. സ്റ്റിക്ക് എനിക്ക് വേണമായിരുന്നു. ഓക്കെ, ആവശ്യമില്ലാത്ത ഈ വുഡിൻ്റെ ടൂൾസൊക്കെ മാറ്റിയേക്കാം. എനിക്ക് ഇപ്പം വുഡ് നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ അയൺ ലെവലാകുമ്പോഴാണ്, അപ്പം വുഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഈ വുഡ് എടുത്ത് അതിനകത്തോട്ട് വെച്ചേക്കാം. ഓക്കെ, ഇനി ആ ഡോറൂടെ അങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ഏകദേശം ക്ലിയറായി. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫുള്ളി ആർമർ. ഇത്ര ആർമർ ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് അധികം വേണമെന്ന് തോന്നുന്നു കേട്ടോ. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം, ലെഗിൻസ് ഉണ്ടാക്കാം, ബൂട്ട്സ് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് 2 പിക്കാക്സ് കൂടെ വേണം. ഇപ്പോൾ നമ്മൾ ഫുള്ളി ആർമഡ് ആയിട്ടുണ്ട്. ഇനി ഒരു പിക്കാക്സ്, ഒരു സോഡ്. ഓക്കെ, നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. നീ എന്താണ് അവിടെ? നിനക്കെന്താ ഒരു കാര്യം? നമുക്കൊന്ന് ഉറങ്ങിയേക്കാം. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. യെസ്, നമ്മുടെ 4ാമത്തെ ഡേ ഇൻ മൈൻക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അടുത്ത 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ഷെൽട്ടർ തീർക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ എപ്പിസോഡ് തീർക്കുകയാണ്. എൻ്റെ പേര് ആദ്യാനിൽ. ഓക്കെ, ബൈ.